ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളുമല്ലേ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇവരെ പറ്റിയല്ലേ തൗബ സൂറത്തിൽ ആയത്തിറങ്ങിയത്. കഅബ് തങ്ങൾ നബിയുടെ അടുത്തുനിന്നും വന്ന ദൂതനോട് ചോദിക്കുന്നു, ഭാര്യ ത്വലാഖ് തല്ലണോ അതോ തൽക്കാലം വീട്ടിലേക്ക് പറഞ്ഞാൽ മതിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂൻ വന്നിട്ട് പറയുന്നു, ത്വലാഖ് തല്ലാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഭാര്യയും ഭാര്യമാരുടെ ബന്ധം പാടില്ലെന്നും അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനും റസൂലുള്ളാഹി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഅബ് തങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ച് പറയുന്നു, മോളെ, ഈ നിമിഷം മുതൽ നീയും ഞാനും ഒരു ബന്ധവും ഇല്ല. നീ നിന്റെ പിതാവിന്റെ സമീപത്തേക്ക് നിന്റെ വീട്ടിലേക്ക് പോകൂ. ഒരു നിർണായകമായ പ്രതിസന്ധി നേരിടുകയാണ് ഞാൻ. എന്റെ പ്രശ്നത്തിൽ അല്ലാഹുവിന്റെ നിയമം വിധിയും വരുന്നത് വരെ ഇനി നീയും ഞാനും തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞു ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട മുറാഖത്ത് ബിൻ റബീഅ തങ്ങളുടെ ഭാര്യ പോകുന്നു. ഹിലാലിന് ഉമയ്യത്ത് തങ്ങളുടെ ഭാര്യയും പോകാൻ നിൽക്കുമ്പോൾ ഹിലാൽ ബിൻ ഉമയ്യത്ത് തങ്ങളുടെ ഭാര്യ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, എന്റെ പുതിയ അപ്പള ഒരു രോഗിയാണ്, അവിടെ ഹിദ്മത്തിന് ആരുമില്ല നബിയേ. ഭക്ഷണം കൊടുക്കാനും വസ്ത്രം അലക്കാനും മറ്റ് ശുശ്രൂഷകൾ ചെയ്യാനും ഞാൻ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ ഹിദ്മത്ത് ചെയ്യാൻ നിൽക്കാനുള്ള ഒരു ചെറിയ സമ്മതം നിങ്ങൾ തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാരുണ്യത്തിന്റെ നേതൃത്വമായ വാത്സല്യത്തിന്റെ സാമ്രാജ്യമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിരോധമില്ല. പക്ഷേ നിന്റെ ഭർത്താവ് നിന്നെ കൊള്ള വരാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്നത് ചെയ്യാനും പറയാനും പാടില്ലെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ഹിലാൽ ബിൻ ഉമയ്യത്ത് തങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രം നിൽക്കാൻ സമ്മതം കൊടുത്തു എന്നാണ്. എന്നാൽ 50 ദിവസം പൂർത്തിയായപ്പോൾ അതാ കഅബ് റളിയല്ലാഹു അൻഹു അന്ന് സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ട്. 2 മാസം തികയാൻ 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു സുഹൃത്ത് ഓടി വന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് വെച്ച് വിളിച്ചു പറയുന്നു, കഅബ്, സന്തോഷിക്കൂ കഅബ്. എന്താണ് സന്തോഷിക്കാൻ? ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്, وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب الله عليهم ليتوبوا إن الله هو التواب الرحيم. എന്താണ് നിങ്ങൾ നോക്കൂ, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫൂ, യുദ്ധത്തിൽ നിന്ന് പോകാതെ പിന്മാറിയ 3 ആളുകൾക്ക് അല്ലാഹു തൗബ സ്വീകരിച്ചു. എപ്പോഴേ? ഭൂമി വിശാലമായതോടുകൂടെ ആ ഭൂമി ഇവർക്ക് പ്രയാസമായി തോന്നിപ്പോയി. ജനസമ്പർക്കമില്ലാത്തത് കൊണ്ട്, ജനങ്ങളുടെ സഹവാസമില്ലാത്തത് കൊണ്ട് ഭൂമി പ്രയാസമായി തോന്നി. വല്ലാക്കത്ത് അലൈഹിം അംഫുസുഹും, സ്വന്തം ശരീരം പോലും ബുദ്ധിമുട്ടായി തോന്നി. മരിക്കണോ മരിച്ചെങ്കിലോ എന്ന് പോലും ചിന്തിച്ചുപോയി. ആ സന്ദർഭത്തിൽ അല്ലാഹു പിന്നെയും ഭാര്യമാരോട് ബന്ധം വിച്ഛേദിക്കാൻ പറഞ്ഞപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ തനിച്ച് ഒറ്റപ്പെട്ടിരിച്ചപ്പോ ബുദ്ധിയുടെ ലെവല് പോലും കുറഞ്ഞുപോയി. എന്നിട്ടും ക്ഷമ കൈവിടാതെ ജീവിച്ചപ്പോൾ ഈ 3 ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്തിരുന്നു. വിവരം നിങ്ങൾ പോയി കഅബിനോടും മുറാറത്തിനോടും ഹിലാലിനോടും പറയാം. കഅബ് തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സന്തോഷം അങ്ങോട്ട് കേൾപ്പിച്ചപ്പോൾ
തവിടങ്ങൾ പറയുന്നു, ഞാൻ ഉടുത്ത 2 വസ്ത്രമുണ്ടായിരുന്നു. ഉടനെ തന്നെ ആ വസ്ത്രം ഞാൻ അയച്ചിട്ട് എന്റെ മുമ്പിൽ സന്തോഷം പറയാൻ വേണ്ടി വന്നെത്തിരിക്ക് 2 മുണ്ടും ഞാൻ ഹദിയ കൊടുത്തു, സമ്മാനം കൊടുത്തു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണല്ലോ, സലാം ചൊല്ലിയിട്ട് മുണ്ടാത്ത മുത്തുനബിന്റെ അടുത്ത് വേഗം ചെല്ലണമല്ലോ. 2 വസ്ത്രം അടുത്ത വീട്ടിൽ നിന്ന് വായ്പ വാങ്ങി കൊടുത്തിട്ട് ഇലാ ഹളൂത്തി റസൂലുള്ളാഹ് ഹബീബിന്റെ സന്നിധാനത്തിലേക്ക് ചെന്നു. സഹാബത്ത് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വന്ന് ബഹുമാനപ്പെട്ട കഅബ് തങ്ങളെ കെട്ടിപ്പിടിച്ച് ചിന്തിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സലാം ചൊല്ലി. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഭൂമി പോലും ഇടുക്കമായി തോന്നി. കുടുംബത്തിലെ ഒരംഗമാകുന്ന ഭാര്യയെ മറ്റു നിർത്താൻ അല്ലാഹുവിന്റെ നിർദ്ദേശം വന്നു. എന്നിട്ടും ആ വിശ്വാസം നഷ്ടപ്പെടുത്താതെ പരലോകം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട കാലം കൊണ്ട് അല്ലാഹു ആ സാത്വികരായ മഹാത്മാക്കളെ കൂടെ നമുക്കും സ്വർഗത്തിലൊരുമിച്ചുകൂടാൻ ഈ സദസ്സിന്റെ ബറകത്തുകൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇനി ദുആ ചെയ്യാം. അല്ലാഹു നമ്മൾ വന്നതും നമ്മൾ സംസാരിച്ചതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹു വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ നീ പുറത്തണം തമ്പുരാനേ. ഞങ്ങൾ അവസാനത്തെ റമളാനാക്കല്ല റബ്ബേ. നീയും ദീർഘകാലം ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ഖിദ്മത്തുകളിൽ ജീവിക്കാൻ ദീർഘായുസ്സും നൽകണം തമ്പുരാനേ. പടച്ചവനെ, ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ സ്ഥാപനങ്ങളിൽ നീ തന്നിട്ടുള്ള എല്ലാ നിയമത്തുകളിലും നീ ഹൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ.